നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. അഫാൻ, ചുറ്റിക അഫാൻ ഉമ്മായ കൊല്ലാതെ വെറുതെ വിട്ടെന്ന് വേണം പറയാൻ. അപ്പം അതിന് പിന്നിൽ എന്താണ് രഹസ്യം? ഈ സ്നേഹിച്ച പെണ്ണിനെ പോലും ക്രൂരമായിട്ട് തലയ്ക്കടിച്ച് ചുറ്റിക കൊണ്ട് മുഖത്ത് വികൃത കോലാക്കി. അത് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ആ അനിയനെയും ആ ഒന്നും അറിഞ്ഞൂടാത്ത ഒരു പിഞ്ചു കുഞ്ഞിന് ഫുഡ് പോലും വാങ്ങിക്കാൻ പറഞ്ഞു വിട്ട് അത് കഴിക്കുക പോലും ചെയ്യാതെ അതിനെയും ക്രൂരമായിട്ട് അടിച്ചു കൊന്ന. ചിലർ ന്യായീകരിക്കുമല്ലോ, അവനവൻ്റെ വീട്ടിലിങ്ങനെ നടക്കുമ്പോൾ അറിയാം. ചിലർ ഭയങ്കര ന്യായീകരണമാണ്. എന്തിനാണ് ഇങ്ങനെ കൊല്ലണത്? എന്തെങ്കിലും കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതെന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. അതിന് ബാക്കിയുള്ളവരെ കൊല്ലണം എന്തിന്? എന്നിട്ട് ആ ആൾ സ്വയം മരിച്ച? ഇത്രയും എണ്ണത്തിന് തല്ലിക്കൊന്നോ മരിച്ച? ഇല്ലല്ലോ. എലിവിഷം തിന്ന്. എലിവിഷം എന്തെങ്കിലും പറയുമ്പോൾ ഓടിപ്പോയി എലിവിഷം എടുത്ത് മേടിച്ച് കഴിക്കും. മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാത്തതിന് പൈസ വേണമെന്ന് പറഞ്ഞ് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാത്തതിന് ഓടിപ്പോയി എലിവിഷം. ബൈക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി എലിവിഷം. ഇതെന്തോന്ന് എലിവിഷം? അവനെ അറിയാമല്ലോ എലിവിഷം തിന്നാൽ എലി പോലും ചാവൂല എന്നുള്ളത്. അത് സത്യമായ കാര്യമാണ്. എലിവിഷം കഴിച്ചു കഴിഞ്ഞാൽ എലി പോലും ചാവൂല. അതുപോലെ മാതാവിനെ ഉമ്മായ ആദ്യം അടിച്ചെന്ന് പറയണ്. എന്തോ ഭിത്തിയിലങ്ങണ്ട തോറത്തിന് ചുറ്റി അടിച്ച്, എന്നിട്ട് അവിടെ കണ്ട വീണ് അവർ മരിച്ചില്ല. കണ്ണ് തുറന്ന് കിടന്നു. വീണ്ടും വന്ന് രണ്ടാമതും അടിച്ചെന്ന് പറയുന്നു. പിന്നും അവർ മരിച്ചില്ലെന്ന്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇതില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്നേഹിച്ച പെണ്ണിനെ അവരെ ക്രൂരമായിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചില്ലേ? ആ ഇളയ കുട്ടിയെ അടിച്ച് തല്ലി ചതച്ചില്ലേ? പിന്നെ ഇതെന്തുകൊണ്ടാണ് ഈ ഉമ്മ പൈസകൾ മറിച്ച് ആളുകളിൽ നിന്ന് മേടിച്ച് മോന് കൊടുക്കണത് ഈ ഉമ്മയാണ്. അതുകൊണ്ട് കൊല്ലാതെ വിട്ടെന്ന് വേണം പറയാൻ. ഇതിന് പിന്നിൽ എന്തെങ്കിലും അത് പോലീസ് കണ്ടെത്തുക ചെയ്യണം. അത് പോലീസ് കണ്ടെത്തുമായിരിക്കും. ഇന്നലെ കെയർ ഹോമിലാണ് ഇവർ കിടക്കണത്. ഇപ്പം കൊണ്ടാക്കിയിരിക്കുന്നത്. ഇവർ ബന്ധുക്കാരും ഇവരെ കേൾക്കുന്നില്ല. അങ്ങനെ ആർക്കും വയ്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയായി തുടങ്ങി. എല്ലാവരും കൊടുക്കാനുള്ള പൈസകളെല്ലാം കൊടുത്ത് ഇതെല്ലാം ചെയ്തിട്ടും ആ കുടുംബത്തിനെ വരെ ആക്രമിക്കാൻ ചെന്നെന്ന് പറഞ്ഞാൽ ആ ഒരു 95 വയസ്സായ ആ ഉമ്മുമ്മ, അവന് വാപ്പുമ്മ, അവരെന്തോന്ന് ചെയ്തു? അവരെ കൊന്നു. പിന്നെ അതവരെത്ര എണ്ണത്തിനെ പ്രസവിച്ച് വളർത്തി ഇത്രയും വലുതാക്കി വിട്ടതാണ്. എന്നിട്ട് പോലും അവരെ ക്രൂരമായിട്ട് അവൻ കൊന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വലിയാപ്പ അവരെ മോന എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബാപ്പാര ചേട്ടന് അവരെയും കൊന്നു, അവരെ വൈഫിനെയും കൊന്നു. അപ്പോൾ ഒരു കുടുംബം മൊത്തം തകർത്തിട്ട് ഇനി ആളെയൊക്കെ പേടിയല്ലേ? ഇനി അവരെ ഇങ്ങനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും ഇവരാരും അങ്ങനെ അവരെ നോക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പോലീസ് ഇന്നലെ കെയർ ഹോമിൽ ഇവർ കിടക്കുന്നിടത്ത് ചെന്ന് തെളിവെടുപ്പ് നടത്താനായിട്ട് ചെന്നിട്ട് ഇവർ പറയണില്ല. ഇവർ പറയണ എന്തോന്നാണ്, എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല, എൻ്റെ മോൻ ചെയ്തിട്ടില്ല. പോലീസ് പറയുന്നുണ്ട് ഇത്ര പേരെ കൊന്ന്, അതവൻ ചെയ്യൂല. നിങ്ങളെ പിന്നെ ആരിങ്ങനെ ചെയ്തത്? പോലീസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് പറയാൻ പറഞ്ഞു. അപ്പോൾ പറയുന്നത് ആരാണ് ഇങ്ങനെ ചെയ്തത്? അവരെ മോനല്ലേന്ന് ചോദിച്ചു. അഫാനല്ലേന്ന് ചോദിച്ചു. അല്ല, അവനല്ല ചെയ്തത്, അവൻ ഇങ്ങനെ ചെയ്യൂല. അപ്പം ഇത്രയും പേരെ കൊന്നതോ? അവനല്ല, അവൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ ഇതെന്താണ്? ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത്. അത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്. ഇന്നലെ കൂടി പറഞ്ഞ് ഒരു 10-20 ദിവസം കഴിഞ്ഞ് ഈ സംഭവം നടന്നിട്ട് അവർക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അവരെ ഒരു കെയർ ഹോമിലോട്ട് മാറ്റിയിരിക്കുന്നു. അവർക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല. ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. അങ്ങനെയൊന്നും ഒരു ഇതും ഇല്ല. അപ്പം നല്ല ഇതായി വന്നിട്ട് എന്നാൽ ബാക്കിയുള്ളവരെ അടിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് അത്ര വലിയ പരിക്കില്ല എന്ന് വേണം പറയാൻ. അപ്പം ഇവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത്? അതും ഒരു ക്വസ്റ്റ്യനല്ലേ. ഇവൻ എന്തുകൊണ്ട് ആ മാതാവിനെ മാത്രം ഇങ്ങനെ ചെയ്ത്? അപ്പം ഇവന് പൈസ മേടിച്ച് ഇനി അവൻ ഇറങ്ങുമ്പോൾ വീണ്ടും ഇങ്ങനെ കൊടുക്കാനായിരിക്കും. പക്ഷെ എനിക്ക് അവനെ കാണണം. മോനെ കാണിച്ചു കൊടുക്കാൻ പറയുന്നു. പക്ഷേ അവനല്ല ഇവരെ അടിച്ചതെന്നാണ് ഇവർ പറയണത്. ആദ്യം ഞാൻ കട്ടിലിൽ നിന്ന് വന്ന് തറയിൽ വീണതിന് ശേഷം ഞാൻ കണ്ണ് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഞാൻ അഴിച്ച് കട്ടിലിരുന്നു. പോലീസിൻ്റെ അടുത്ത് പറയണതാണ്. വീണ്ടും ഞാൻ കട്ടിലിൽ കയറി ഇരുന്നപ്പോൾ വീണ്ടും വീണുപോയി. ഇതാണ് പറഞ്ഞത്. അപ്പം ഇവർ ഒളിക്കുകയല്ലേ. പരാതി മൊത്തവും ബാങ്കുകാർക്കായി. ബാങ്കിൽ നിന്ന്
ലോൺ എടുത്ത് കുറച്ചങ്ങാണ്ട് അടയ്ക്കാതെ ഇരുന്നപ്പോൾ പലിശ കയറി പോകുമ്പോൾ ബാങ്കുകാരെന്തായാലും വിളിക്കും. അത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. വിളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവർ വിളിക്കും. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ഈ ഉമ്മ പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇപ്പം ഇവർക്ക് ആ മോൻ മരിച്ചാൽ അങ്ങനെയൊന്നും ഒരു വിഷമമായിട്ടൊന്നും അവർക്ക് തോന്നുന്നൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. അവർക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ അവർ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുമോ? ബാങ്കുകാരെ ഉത്തരവാദിത്വമാണ്. അവർക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ മാസം പൈസ അടയ്ക്കണം. ഒരു മാസം മുടങ്ങിപ്പോയാൽ പിറ്റേ മാസം അടയ്ക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് പലിശ കയറിപ്പോവും. അങ്ങനെയൊക്കെ ആയി വരണം. പിന്നെ അല്ലാതെ വേറുള്ള ബന്ധു വീട്ടിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചെന്ന് പറയുന്നു. എന്തായാലും ഈ ആളുകൾ ചുമ്മാതെ എടുത്ത് കൊടുക്കുമോ? ഇപ്പം അവർക്കും കുറ്റമായി, ഈ കൊടുത്തവർക്കും കുറ്റമായി. ഇപ്പം പറയണ അവർ പലിശയ്ക്കാണ് കൊടുത്തത്. പലിശയ്ക്കായിരുന്നാലും അവർ കൊടുത്തില്ലേ? 5 ലക്ഷം ചെന്ന് ചോദിക്കുമ്പോൾ മറിച്ച് കൊടുത്താ. ഇനി അവർ കാരണവും കൂടെയാണ് മരിച്ചത്. ബാങ്കുകാർ കാരണം, ഇവർ കാരണമാണ്. ഇപ്പം അങ്ങനെയൊക്കെ ആക്കിയെടുത്തിരിക്കുന്നു. കഥകളൊക്കെ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. അല്ല, ഈ ഉമ്മായെ കൊണ്ട് സത്യം പറയിക്കുക തന്നെ ചെയ്യണം. ഇനി അവർക്ക് വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തലയ്ക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അത് അവിടെ വെച്ച് തന്നെ, ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഡോക്ടർ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് എല്ലാം നല്ല നോർമലായി വന്നു. പക്ഷേ എന്നിട്ട് പോലും ഇവർ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി ഇപ്പം തന്നെ ഒരാഴ്ച കൂടുതലൊക്കെ ആയി. എന്നിട്ട് പോലും ഇവർ പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ട്? മോനെ സംരക്ഷിക്കണം. അപ്പം ഇവരെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പറയുമായിരിക്കും. എന്ത് തന്നെ ആയാലും ഇന്ന് അഫാന മിക്കവാറും ഇന്ന് തന്നെ ഒരു 2-3 ദിവസം വെഞ്ഞാറമൂട് പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. ആ പെൺകുട്ടിയെ കൊന്നതിനും സ്നേഹിച്ച പെണ്ണിനെ അതുപോലെ അനിയനെ കൊന്നതിനും അഫാൻ്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തും. ഇപ്പം ഇങ്ങനെയൊക്കെ പറയാനും ആ പെൺകുട്ടിയുണ്ടല്ലോ, ഒരു പാവം പെൺകൊച്ചു, അത് സ്നേഹിച്ചു പോയി. ആ ഒരു തെറ്റ് ചെയ്ത് സ്നേഹിച്ചെന്നുള്ളൊരു തെറ്റ്, അതിനെ പോലും ഇങ്ങനെ കൊന്നെങ്കിൽ അതിൻ്റെ മാതാപിതാക്കൾക്ക് അതൊന്നും എഴുതിച്ചിട്ടില്ല. ഉമ്മ എന്ന് എഴുതിച്ചിട്ട് പോലുമില്ല. അവരെ വീട് പട്ടിണി. ആ തന്ത ബാപ്പ ജോലിക്ക് പോകും. കഷ്ടം. ഇന്നലെ മുതൽ അങ്ങണ്ട ജോലിക്ക് എന്തര കൂലിവേലക്കാരനാണ്. അങ്ങനെയാണ് പോയി അവരെ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ജോലിക്ക് ഇറങ്ങി പോക്ക് തുടങ്ങി. അവർ എന്ത് വേദനയാണ്. ആ പെങ്കൊച്ചിനെ വെറുതെ വിട്ടുകൂടെ? ഉമ്മായ വെറുതെ വിട്ടല്ലോ. പൈസ മേടിച്ച് ആളുകളിൽ നിന്ന് മേടിച്ച് കൊടുക്കണം. ഉമ്മായ വെറുതെ വിട്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ വെറുതെ വിട്ടില്ല? അവർക്ക് എന്ത് വേദനയായിരിക്കും. ഇപ്പം നല്ല ഇതായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കൊഴുത്ത് തടി വെച്ചൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ ബിരിയാണിയും വെറോട്ട ഇറച്ചിയൊക്കെ അല്ലേ. മീനില്ലാതെ ഒന്നുമില്ല. അതുപോലെ ഇറച്ചിയില്ലാതെ എനിക്ക് വേണ്ട. അതുപോലെ സമയം ചായ, കിടക്കാൻ കട്ടിൽ, എന്തെല്ലാം ഇത്. ഇപ്പം എംഎംമാർക്ക് ഇവിടെ നമ്മളെ നിയമം നല്ലതല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കണത്. ഗൾഫ് രാജ്യത്തുള്ള നിയമമാണ് ഇങ്ങോട്ടായിരുന്നെങ്കിൽ എല്ലാ എണ്ണത്തിനും പേടിയാണ്. ഈ കൊലകൾ നടത്തുമ്പോൾ നിസ്സാരമായിട്ടല്ലേ എങ്ങോട്ട് തട്ടി കൊന്നു പോയത്. ഒരേ അടി, വലിയ പാര കമ്പിയാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. ആ കടയിൽ പോയി വലിയ കമ്പിപ്പാരയാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം കമ്പിപ്പാര ഊന്നി നടക്കാൻ പറ്റണില്ല. ഇതാവുമ്പോൾ എന്നിട്ട് അവൻ ഒരു ബാഗ് മേടിച്ച് അവൻ്റെ മുതുകത്ത് തൂക്കിയിടാമല്ലോ. ഇവന് ശിക്ഷ തന്നെ കിട്ടണം. ഇവൻ അനുഭവിക്കണം ചുറ്റിക അഫാൻ.